നമസ്കാരം. നമ്മളിന്ന് അല്പം ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാന വിധിയാണ്. 2025 KER 539/411. സംഭവം ഇതാണ്. ഒരു ഡോക്ടർ സീമ TS വ്യാജ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലി നേടി. അപ്പോൾ അതിലൊരു കേസ് വന്നു. മുൻകൂർ ജാമ്യം തേടിയുള്ള അപേക്ഷയാണ് കോടതിയുടെ മുന്നിലെത്തിയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ രേഖകൾ നോക്കുമ്പോൾ ഇവർക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകളുണ്ട്. അതായത് വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ അങ്ങനെയുള്ളവ. അതോടൊപ്പം അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ശരിയാണ്. മഹാരാഷ്ട്ര ആരോഗ്യ സർവകലാശാലയുടെ ഒരു PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അതും വ്യാജം. അതുപയോഗിച്ച് നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ സർക്കാർ ആശുപത്രികളിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റായിട്ട് ജോലിയും കിട്ടി. അതാണ് പ്രധാന ആരോപണം. നമുക്ക് ഈ കേസിന്റെ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് കടക്കാം, അല്ലേ? അപ്പോൾ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? കേസ് 2021 കരുനാഗപ്പള്ളി പോലീസ് എടുത്തതാണ്. പിന്നീടത് ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്ന് പറയുന്നു. എന്താ അതിന് കാരണം? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുതെ കൈമാറിയതല്ല. ഈ ഡോക്ടറുടെ ചികിത്സാ പിഴവ് കാരണം തങ്ങളുടെ കുഞ്ഞു മരിച്ചുപോയി എന്നും ഇവരുടെ യോഗ്യതയിൽ സംശയമുണ്ടെന്നും പറഞ്ഞ് ഒരു ദമ്പതികൾ സാബു, ശ്രീദേവി എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഇടപെടലുണ്ടായി. അന്വേഷണം കുറച്ചുകൂടി ഗൗരവത്തോടെ നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. അത് ശരി. അപ്പോൾ ഈ ഡോക്ടറുടെ ഭാഗം എന്തായിരുന്നു? എന്താണ് അവരുടെ വിശദീകരണം? അവർ പറഞ്ഞത് താൻ പരീക്ഷ എഴുതി, പക്ഷെ പാസ്സായി എന്ന് പറഞ്ഞ് ഭർത്താവാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടെത്തുന്നത് എന്നൊക്കെയാണ്. പിന്നീട് ഭർത്താവുമായി അകന്നപ്പോൾ അയാള് വ്യാജ പരാതി കൊടുത്ത് ഉപദ്രവിക്കാൻ നോക്കുകയാണെന്നും വാദിച്ചു. കേസ് വന്നപ്പോഴാണ് താൻ ശരിക്കും പാസ്സായില്ലെന്നറിഞ്ഞതെന്നും പിന്നീട് വേറെ പരീക്ഷ എഴുതി യോഗ്യത നേടി എന്നുമൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകൾ ഈ വാദങ്ങളെ ശരിക്കും ഖണ്ഡിക്കുന്നതായിരുന്നു. മഹാരാഷ്ട്ര ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് കിട്ടിയ വിവരം വളരെ വ്യക്തമാണ്. ഡോക്ടർ സീമ അവിടെ പഠിക്കുകയോ പരീക്ഷ എഴുതുകയോ പാസ്സാകുകയോ ചെയ്തിട്ടില്ല. അവര് കൊടുത്ത സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് യൂണിവേഴ്സിറ്റി തന്നെ എഴുതി കൊടുത്തു. ഓഹോ. പോരാത്തതിന് 2010 ഒരു പരീക്ഷ ഇവർ എഴുതിയിരുന്നു. അതിൽ തോൽക്കുകയും ചെയ്തു. അതും യൂണിവേഴ്സിറ്റിയുടെ രേഖകളിലുണ്ട്. അപ്പോ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണല്ലോ. യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് പ്രകാരം അവർ പരീക്ഷ തോറ്റു. പക്ഷേ അവർ പറയുന്നു താൻ അത് അറിഞ്ഞില്ലെന്ന്. അതെ. പക്ഷെ ആ വാദം നിലനിൽക്കില്ല. കാരണം അന്വേഷണത്തിൽ വേറൊരു കാര്യം കണ്ടെത്തി. 2010 സെപ്റ്റംബർ 2 ഈ ഡോക്ടർ തന്നെ പഠിച്ച കോളേജിലെ ഡീനിന് സ്വന്തം കൈപ്പടിയിലൊരു കത്തയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു താനിനി ഈ കോഴ്സിന്റെ പരീക്ഷയ്ക്ക് വരുന്നില്ല, അഡ്മിഷൻ സമയത്ത് കൊടുത്ത ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു തരണമെന്ന്. അപ്പോ അതിന്റെ അർത്ഥം 2010 തന്നെ താൻ പരീക്ഷ തോറ്റ കാര്യം അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു എന്ന് തന്നെ. അല്ലേ? ആ കത്ത് ഒരു പ്രധാന തെളിവായി മാറി. ശരിയാണ്. സ്വന്തം കത്ത് തന്നെ അവർക്കെതിരെ വന്നു. ഇത് വലിയൊരു വഴിത്തിരിവാണല്ലോ കേസില്. തീർച്ചയായും. മാത്രമല്ല, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ഗൈനക്കോളജിയിൽ സ്പെഷ്യാലിറ്റി ഡോക്ടറായിട്ട് ജോലി ചെയ്തു. വർഷങ്ങളോളം അതിന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങി. അതും അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ കോടതി എന്ത് നിലപാടാണെടുത്തത്? മുൻകൂർ ജാമ്യം കൊടുത്തോ? ഇല്ല. കോടതി വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം കണ്ടത്. അഴിമതി നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, രാജ്യത്തിന്റെ പുരോഗതിയെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെ കോടതി നിരീക്ഷിച്ചു. ഒരു സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു, അഴിമതി കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല, മൃദുല സമീപനമുണ്ടാവരുത് എന്ന്. ഡോക്ടർക്ക് വ്യാജരേഖയെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന വാദം ആ 2010 കത്ത് ഉള്ളതുകൊണ്ട് കോടതി അംഗീകരിച്ചില്ല. പിന്നെ ഏറ്റവും പ്രധാനമായി കോടതി കണ്ടത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് രോഗികളെ ചികിത്സിച്ചു എന്നതാണ്. അതും ഗൈനക്കോളജി പോലൊരു മേഖലയില്. അത് അതീവ ഗുരുതരമായ ഒരു കുറ്റമാണ്. ശരിയാണ്. അപ്പൊ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എങ്ങനെയുണ്ടാക്കി, ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ അറിയണം. കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് കോടതി വിലയിരുത്തി. അപ്പോ ചുരുക്കത്തില് കേസിന്റെ ഗൗരവം, പ്രഥമദൃഷ്ട്യാ ഉള്ള തെളിവുകള്, പിന്നെ കസ്റ്റഡി ആവശ്യകത, ഇതെല്ലാം പരിഗണിച്ച് ഡോക്ടർ സീമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളി. ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാനും നിർദ്ദേശിച്ചു.
അതെ, ഇവിടെ നമ്മൾ ഒരു വ്യക്തി ചെയ്ത തെറ്റിന്റെ കാര്യം മാത്രമല്ല കാണുന്നത്. നമ്മുടെ സിസ്റ്റം, അതായത് പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ ആളുകളെ നിയമിക്കുമ്പോൾ അവരുടെ യോഗ്യതകൾ പരിശോധിക്കുന്നതിലെ കാര്യക്ഷമത, അതും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൊടുക്കുന്ന രേഖകൾ ശരിയാണോ എന്നുറപ്പുവരുത്തേണ്ടത് എത്ര പ്രധാനമാണെന്ന് ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഈ വിവരങ്ങൾ. ഇതിൽ നിന്ന് എന്ത് ചിന്തയാണ് നിങ്ങളിലുണ്ടാവുന്നത്? പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം പോലെ ജനങ്ങൾ ഇത്രയധികം വിശ്വസിക്കുന്നൊരു മേഖലയിൽ ഒരാളുടെ യോഗ്യതയെക്കുറിച്ചൊരു സംശയം വന്നാൽ അത് പൊതുവിശ്വാസത്തെ എത്രത്തോളം ബാധിക്കും? ഈ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ആധികാരികത ഉറപ്പാക്കാൻ ഇപ്പോഴുള്ള വഴികൾ മതിയോ, അതോ ഇനിയും മാറ്റങ്ങൾ വേണോ? ഇതൊക്കെ ആലോചിക്കാൻ ഈ സംഭവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലേ?